വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ സഭാരേഖയിൽ നിന്ന് നീക്കി. ഹിന്ദു പരാമർശവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും RSSനുമെതിരായ പരാമർശങ്ങളുമാണ് നീക്കിയത്. രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ച ഉപസംഹരിച്ച് പ്രധാനമന്ത്രി ഇന്ന് ലോക്സഭയിൽ മറുപടി നൽകും. അതേസമയം പാർലമെന്റിലെ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. വാസ്തവമായ കാര്യങ്ങളാണ് പറഞ്ഞതെന്നും രാഹുൽ ഗാന്ധി പിന്നീട് പ്രതികരിച്ചു. मोदी जी की दुनिया में सच्चाई एक्सपंज हो सकती है, मगर रियलिटी में सच्चाई एक्सपंज नहीं हो सकती है. जो मैंने कहा था, जो मैंने कहना था, मैंने कह दिया. वो सच्चाई है और एक्सपंज करें, जितना करना है करें. सच्चाई सच्चाई होती है. धन्यवाद. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഇന്ന് പ്രധാനമന്ത്രിയുടെ മറുപടി വൈകിട്ടുണ്ടാകും. അതുപോലെ രാവിലെ NDAയുടെ BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ എന്താണ് ലോക്സഭയിലും രാജ്യസഭയിലും സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ എന്നതിനെപ്പറ്റി ചർച്ച നടന്നു. രാഹുൽ ഗാന്ധി ആ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ നീക്കം ചെയ്ത ഭാഗങ്ങൾ ആ വിഷയത്തെ ചൊല്ലിയും രാവിലെ ഇന്ന് ലോക്സഭയിൽ ചൂടേറിയ വാഗ്വാദം ഉണ്ടായി എന്ന് തോന്നുന്നു, അല്ലേ? പ്രതിപക്ഷ നേതാവിന്റെ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുക സാധാരണഗതിയിൽ സ്വീകരിക്കുന്ന ഒരു നടപടിയല്ല. അപൂർവങ്ങളായിട്ടുള്ള സമയങ്ങളിൽ ഏറ്റവും അത്യാവശ്യമെന്ന് ചെയറിന് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് ആ നടപടി അങ്ങനെ ഉണ്ടാകുന്നത്. അതിനു മുൻപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ചട്ടങ്ങൾ അനുസരിച്ച് സ്പീക്കർ സഭയിൽ ഒരു പ്രസ്താവന നടത്തും. പക്ഷേ അങ്ങനെ ഒരു പ്രസ്താവന നടത്താതെയാണ് ഈ പരാമർശങ്ങൾ BJPയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നീക്കം ചെയ്യാനായിട്ട് സ്പീക്കർ തീരുമാനിക്കുകയും നിർദ്ദേശം നൽകുകയും ചെയ്തത്. ഇതിനെ എതിർത്തുകൊണ്ടാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. ഈ പരാമർശം നടത്തിയ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് നടത്തിയത് പറഞ്ഞത് സത്യം തന്നെയാണ് എന്നും അത് എത്ര തവണ നീക്കം ചെയ്താലും അത് സത്യം തന്നെയായിട്ട് നിലനിൽക്കും എന്നുമാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. ഇതുവഴി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ അതിൽ ഏതെങ്കിലും വിധത്തിൽ വാസ്തവവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും വസ്തുതകൾ ഉണ്ട് എന്ന വാദത്തെ ഖണ്ഡിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. BJP ഇന്ന് രാവിലെ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇതടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധം ഈ വിഷയത്തിലടക്കം ഉയർത്താൻ BJP തീരുമാനിച്ചിരുന്നു. രാഹുൽ ഗാന്ധി കളവ് പറയുന്നു എന്നും കളവ് പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ ഒരു പ്രതിപക്ഷ നേതാവിന് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും എന്നും അടക്കമുള്ള ചോദ്യങ്ങളാണ് BJP ഉന്നയിച്ചത്. കളവ് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ സഭയ്ക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളും BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് നടത്തുന്ന ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് അത് ഉപസംഹരിച്ചുകൊണ്ട് നടത്തുന്ന പ്രസംഗത്തിൽ മറുപടി പറയാനായിട്ടുള്ള ധാരണയും രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതാണ്ട് 4 മണിക്കായിരിക്കും പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉണ്ടാവുക. ആ ഘട്ടത്തിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്റെ നിലപാട് വ്യക്തമാക്കും. രാവിലെ ചേരുന്ന BJP പാർലമെന്ററി പാർട്ടി യോഗം ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയർത്തുകയും ചെയ്തത്. വിജയൻ. പാർലമെന്റിലെ ലോക്സഭയിലെ ഇന്നലെ നടത്തിയ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വാസ്തവമായ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയ്ക്ക് പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രി ഇന്ന് നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുന്നുണ്ട്. എന്തായിരിക്കും പ്രധാനമന്ത്രി ഇന്നലെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച വിമർശനങ്ങളിൽ പ്രതികരിക്കുക എന്നതാണ് അറിയേണ്ടത്. 4 മണിക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ലോക്സഭയിൽ ഉണ്ടാവുക. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. കേരളത്തിൽ നിന്നുള്ള പുതിയ അംഗങ്ങൾ രാജ്യസഭാ MP-മാരായി സത്യപ്രതിജ്ഞ ചെയ്തു. കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി, CPI നേതാവ് PP സുനീർ, മുസ്ലിം ലീഗ് പ്രതിനിധി ഹാരിസ് ബീരാൻ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ മലയാളത്തിലാണ് പ്രതിജ്ഞയെടുത്തത്. I, Haris Biran, having been elected a member of the Council of the States, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. I, Jose K. Mani, having been elected a member of Council of States, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. സുനീർ ആയ ഞാൻ രാജ്യസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. BJPക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും പാർട്ടി വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിയെന്ന് CPIMന്റെ അവലോകന റിപ്പോർട്ട്. BJPയുടെ വളർച്ച തടയാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകണമെന്നും സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതിനിടെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരി CPIM വിട്ടേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിലെ വിലയിരുത്തലുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള CPIM മേഖലാ യോഗങ്ങൾക്ക് ഇന്ന് കണ്ണൂരിൽ തുടക്കമായി. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന്. ഷഫീദ്, മേഖലാ യോഗങ്ങളിലേക്ക് കടക്കുകയാണ് CPIM. സംസ്ഥാന നേതൃയോഗങ്ങളിൽ അംഗീകരിച്ച തീരുമാനങ്ങൾ താഴെ തട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സംഘടനാ നടപടിയിലേക്ക് കടക്കുന്നു. തിരുത്തലുകൾ ഇതിനൊപ്പം ഉണ്ടാകും. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഈ കൂടുതൽ നേതാക്കൾ ഇപ്പോൾ കരമന ഹരി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അടുത്ത നീക്കം എന്താണ്? എന്തെങ്കിലും സൂചനകളുണ്ടോ? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പതിവിൽ നിന്നും വ്യത്യസ്തമായി തിരുത്തൽ നടപടി വേണമെന്ന മുറവിളി അത് CPIMനുള്ളിൽ ശക്തമാണ്. മാത്രവുമല്ല, ഈ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ ആത്മവിമർശനങ്ങളും ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്ന വോട്ട് ചോർച്ചയാണ് ഉണ്ടായതെന്നാണ് സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. വോട്ടുകൾ BJPയിലേക്ക് പോയി എന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDFിലേക്ക് പോയ വോട്ടുകൾ തിരികെ വരും, എന്നാൽ BJPയിലേക്ക് പോയ വോട്ടുകൾ തിരികെ വന്നിട്ടില്ല എന്ന ചരിത്രം CPIMന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ബൂത്ത് ഏജന്റുമാർ ഇല്ലാതിരുന്ന ബൂത്തുകളിലും BJP മേൽക്കൈ ഉണ്ടാക്കിയും അവലോകന റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. പ്രവർത്തനം കൊണ്ടല്ലാതെ പാർട്ടി വോട്ടുകൾ BJPയിലേക്ക് അല്ലെങ്കിൽ സംഘപരിവാറിലേക്ക് പോവുകയായിരുന്നു എന്നത് നേതൃത്വത്തെ സംബന്ധിച്ച് CPIM സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ജില്ലാ കമ്മിറ്റികളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നടത്തുന്ന റിപ്പോർട്ടിംഗിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും ഇത് തിരിച്ചറിഞ്ഞ് BJPയുടെ വളർച്ച തടയാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകാനാണ് നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. തൊട്ടടുത്ത ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. തിരുത്തൽ ധാരണ അല്ലെങ്കിൽ തിരുത്തൽ എങ്ങനെ വേണമെന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കും എടുക്കുക. അതേസമയം ഈ പാർട്ടി അച്ചടക്ക നടപടി മുന്നിൽ കണ്ടുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള കരമന ഹരി പാർട്ടി വിടുമെന്നുള്ള നീക്കത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് സൂചനകൾ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി കരമന ഹരി ഒരു വിഷയത്തെ ചൊല്ലി തർക്കമുണ്ടാവുകയും പിന്നീട് അത് പരസ്യമായിട്ടുള്ള വാക്പോലിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് ആയതിനാലാണ് അന്ന് നടപടിയെടുക്കാതിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ കരമന ഹരി മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ചു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ഒരു വ്യവസായിയാണ് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വരെ കയറുന്നത്, കാര്യങ്ങൾ തീരുമാനിക്കുക തുടങ്ങിയ വിമർശനങ്ങളായിരുന്നു ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലടക്കം അദ്ദേഹത്തിനോട് വിശദീകരണം തേടിയിരുന്നു. പിന്നാലെ നടപടി ഉണ്ടാകും എന്നുള്ള സൂചനകൾ കിട്ടിയതോടുകൂടിയാണ് കരമന ഹരി പാർട്ടി വിടാനുള്ള നീക്കം സജീവമാക്കിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിജയകുമാർ. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരി CPIM വിട്ടേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ വിലയിരുത്തലുകൾക്കായി മേഖലാ റിപ്പോർട്ടിംഗ് തുടങ്ങുകയാണ്. CPIM ആദ്യ യോഗം കണ്ണൂരിൽ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇപ്പോൾ ഒരു പ്രധാന വിവരം കൂടി വരുന്നുണ്ട്. CPIMുമായി ഇടഞ്ഞ തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയെ BJPയിലേക്ക് ക്ഷണിക്കുകയാണ് BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷ്. BJP ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് BJPയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരുമായൊക്കെ ചർച്ച നടത്തുമെന്നായിരുന്നു VV രാജേഷിന്റെ പ്രതികരണം. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. ആദർശശുദ്ധിയുള്ളവരെല്ലാവരെയും സ്വാഗതം ചെയ്തു. കുറച്ചുപേരൊക്കെ അതിനകത്ത് ഇനിയും ഉള്ളതുകൊണ്ടാണല്ലോ ഈ അഭിപ്രായമൊക്കെ പുറത്തു വരുന്നത്. കുറച്ചുപേരൊക്കെ ഉണ്ട്. എല്ലാവരും അഴിമതിക്കാരാണെന്നും കുഴപ്പക്കാരാണെന്നും ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ അനുഭാവികളും പ്രവർത്തകരും ഉള്ളതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയുടെ ബൂത്തിലൊക്കെ തന്നെ ഞങ്ങൾക്ക് വോട്ട് കൂടുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി CPIMന്റെ ജില്ലാ സെക്രട്ടറി ബൂത്ത് ലീഡ് ചെയ്തത് BJPയാണ്. തിരുവനന്തപുരത്തെ 2 മന്ത്രിമാരുണ്ട്. 2 മന്ത്രിമാരുടെയും ബൂത്ത് ലീഡ് ചെയ്തത് BJPയാണ്. കോർപ്പറേഷൻ മേയറുടെ ബൂത്ത് ലീഡ് ചെയ്ത BJPയാണ്. മേയറുടെ വാർഡ് ലീഡ് ചെയ്ത BJPയാണ്. കൂടുതൽ വിവരങ്ങൾ അലക്സ് റാം മുഹമ്മദ് നൽകും തിരുവനന്തപുരത്ത്. അലക്സ്, എന്തൊക്കെയാണ് BJP ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത്? ഇതിനോടകം ഈ കരമന ഹരിയുമായി ഒരു ചർച്ച നടത്തിയിട്ടുണ്ടോ BJP? ആ നിലയിൽ ചില വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില സ്ഥിരീകരണത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ ഈ ക്ഷണിക്കൽ. വിജയകുമാർ, BJP ഉദ്ദേശിക്കുന്ന കാര്യം വ്യക്തമാണ്. അതായത് കരമന ഹരി CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. നേതാക്കളെ അടക്കം പാർട്ടിക്ക് അകത്ത് തന്നെ വിമർശിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് ആ വാർത്ത പുറത്തു വരികയും അതിൽ അതൃപ്തി പരസ്യപ്പെടുത്തി അദ്ദേഹം പുറത്തു പോകാൻ, അതായത് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ കരമന ഹരി ആലോചന നടത്തുന്നു എന്ന വാർത്തകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് BJPയുടെ ജില്ലാ അധ്യക്ഷൻ തന്നെ അതിന് ബലമേകുന്ന ചില പ്രതികരണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറയുന്നത് ആദർശ ശുദ്ധിയുള്ള
നേതാക്കളെ BJP-യിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നാണ്. അത് ആരെ ഉദ്ദേശിച്ചാണെന്നുള്ളത് വ്യക്തമാണ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണല്ലോ ഇത്തരം വിരുദ്ധാഭിപ്രായം ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. VS-ന് ശേഷം പോരാട്ട വീര്യമുള്ള ചുരുക്കം ചിലരെങ്കിലും CPM-ൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്നാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. കരമന ഹരിയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നമ്മളടക്കം ചോദിച്ചു. അതിൽ അദ്ദേഹം പറയുന്നത് BJP-യിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരുമായൊക്കെ ചർച്ച നടത്തും എന്നാണ്. അദ്ദേഹം അത് സ്ഥിരീകരിക്കാൻ തയ്യാറല്ല. പക്ഷേ ഇതുവരെ ആരുമായും ചർച്ച നടത്തിയിട്ടില്ല എന്ന് PV രാജേഷ് വ്യക്തമാക്കുന്നുണ്ട്. ഇദ്ദേഹം പാർട്ടിയിലേക്ക് വരുമോ, അതായത് കരമന ഹരിയുമായി ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും അദ്ദേഹം പറയുന്നത് ഇത്ര മാത്രമാണ്. അതായത് BJP-യിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരുമായി ചർച്ച നടത്തും, കൂടുതൽ പേർ അടുത്ത ദിവസങ്ങളിൽ CPM അനുഭാവികൾ അടക്കമുള്ളവർ പാർട്ടിയിലേക്ക് വരും എന്നുള്ളൊരു മറുപടിയാണ് നൽകുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം കൃത്യമായി തന്നെ അനുമാനിക്കാം. കരമന ഹരിയെ ഉന്നമിട്ട് BJP നീക്കം തുടങ്ങിയിരിക്കുന്നു, ലക്ഷ്യമിട്ട് BJP നീക്കം തുടങ്ങിയിരിക്കുന്നു. ഇനി കരമന ഹരിയുടെ ടേണാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ താല്പര്യം അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് BJP-യിലേക്ക് കടന്നു വരാൻ യാതൊരു പ്രശ്നവുമില്ല എന്ന വാതിലാണ് ഇപ്പോൾ BJP-യുടെ ജില്ലാ അധ്യക്ഷൻ തുറന്നിട്ടിരിക്കുന്നത്. വിജയകുമാർ, BJP-യുമായി BJP ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് BJP-യിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരുമായി ഒക്കെ ചർച്ച നടത്തുമെന്നാണ് PV രാജേഷ് പറഞ്ഞത്. ഇക്കാര്യത്തിൽ കരമന ഹരി മനസ്സു തുറന്നിട്ടുമില്ല. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. SNDP നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ. SNDP അവരുടെ ദർശനങ്ങളിൽ നിന്ന് മാറി സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് വഴങ്ങിയെന്നാണ് വിമർശനം. 24 എക്സ്ക്ലൂസീവ് പ്രതികരണത്തിലേക്ക്. SNDP രൂപീകരിക്കപ്പെട്ടത് ആ ദർശനങ്ങളിൽ നിന്നും കാഴ്ചകളിൽ നിന്നും മറ്റെന്തൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി സംഘപരിവാറിന്റെ ചാതുർവർണ്ണത്തിന്റെ വക്താക്കളുടെ ഇടയിലേക്ക് അതിനെ കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്ന വർത്തമാനകാലത്താണ് നാം PKCയുടെ ഓർമ്മകൾ പുതുക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് നവോത്ഥാനപരമായ മുന്നേറ്റങ്ങളെ വർഗപരമായ കാഴ്ചപ്പാടോടുകൂടി ഇടപെടുകയും അതിനെ കൂടുതൽ പുഷ്ടിപ്പെടുത്തി മുന്നോട്ട് പോവുകയുമാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത് എങ്കിൽ ആ സംഘപരിവാർ ചെയ്യുന്നത് ഈ ശ്രീനാരായണ ദർശനം മുന്നോട്ട് വെച്ച നവോത്ഥാനത്തിന്റെ ആശയങ്ങളെ ആകെ തകർത്ത് ചാതുർവർണ്ണത്തിന്റെ ലോകത്തേക്ക് ഈ നാട്ടിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ്, ആലപ്പുഴയിലെ CPM-ന്റെ നേതൃയോഗങ്ങളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി SNDP യോഗത്തിന്റെ നേതൃത്വത്തെ വിമർശിച്ചപ്പോൾ അതിനെ തിരുത്തുകയാണ് ആലപ്പുഴയിലെ നേതാക്കൾ ചെയ്തത്. വെള്ളാപ്പള്ളി നടേശനെ പരാജയത്തിന് ഉത്തരവാദിയാക്കുന്നത് ശരിയല്ല. മലബാറിൽ CPM-ന് വോട്ട് കുറഞ്ഞതിൽ CPM തോറ്റതിന് വെള്ളാപ്പള്ളി നടേശനാണോ ഉത്തരവാദി എന്നുവരെ ചില അംഗങ്ങൾ ചോദിച്ചുവെന്നാണ് വാർത്തകളായി പുറത്തു വന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അത് തിരുത്തുകയാണോ ആ നേതാക്കളെ, ഇപ്പോൾ സുധാകരൻ അടക്കമുള്ള നേതാക്കളെ തിരുത്തുകയാണോ പുത്തലത്ത് ദിനേശൻ ഈ പ്രസംഗത്തിലൂടെ ചെയ്തിരിക്കുന്നത്? വിജയകുമാർ, ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. അതായത് ആലപ്പുഴയിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ വിലയിരുത്തൽ യോഗത്തിലൊക്കെ തന്നെ ബഹുഭൂരിപക്ഷം നേതാക്കളും പ്രധാനപ്പെട്ട നേതാവ് G. സുധാകരൻ അടക്കമുള്ള നേതാക്കൾ അല്ലെങ്കിൽ ജില്ലയിലെ പ്രധാന നേതാക്കൾ എല്ലാവരും വെള്ളാപ്പള്ളി നടേശനെ തലോടുന്ന നിലപാടായിരുന്നു അവർ പറഞ്ഞത്. അതിന്റെ വാദങ്ങളായി മലബാറിലെ വോട്ട്, അതായത് ഈഴവ സമുദായത്തിന് വലിയ ഭൂരിപക്ഷമില്ലാത്ത മലബാർ മേഖലയിലൊക്കെ തന്നെ വോട്ട് വിഹിതം കുറഞ്ഞത് അതിൽ വെള്ളാപ്പള്ളിക്കോ SNDPക്കോ പങ്കില്ലല്ലോ എന്നുള്ള മറുവാദത്തോടു കൂടിയായിരുന്നു. അതിന് ഒരു താക്കീത് എന്ന രീതിയിലാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാദങ്ങളോട് ഒത്തുനിൽക്കുന്ന അതേ വാദം തന്നെ ജില്ലയുടെ സംഘടനാകാര്യ ചുമതലയുള്ള ജില്ലയുടെ CPM-ന്റെ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് പുത്തലത്ത് ദിനേശൻ. ജില്ലയിലെ സംഘടനാ വിഷയങ്ങളിലൊക്കെ തന്നെ ജില്ലയിലെ വിഭാഗീയ പ്രശ്നങ്ങളിലൊക്കെ തന്നെ പല യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ആളാണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള വിമർശനം SNDPക്കെതിരെ നേതൃത്വത്തിനെതിരെ പറയുന്നതിനൊപ്പം തന്നെ അത് ഇവിടെ ജില്ലയിൽ വെള്ളാപ്പള്ളി നടേശനെ തലോടിയ നേതാക്കൾക്കുള്ള താക്കീത് കൂടിയായി മാറുകയാണ്. നേരത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മുഖപത്രത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. വെള്ളാപ്പള്ളി BJPയെ സഹായിക്കുന്ന നിലപാടെടുത്തു. അതേ കാഴ്ചപ്പാട് തന്നെ, അതേ വിമർശനം തന്നെയാണ് പുത്തലത്ത് ദിനേശന് ഇവിടെ ആലപ്പുഴ വലിയ ചുടുകാട് നടന്ന PK ചന്ദ്രാനന്ദൻ അനുസ്മരണ പരിപാടിയിലും അതേ വിമർശനം തന്നെ ഉന്നയിച്ചു. എന്തിനു വേണ്ടിയിട്ടാണോ SNDP രൂപീകരിച്ചത് അതിന്റെ ദർശനങ്ങളിൽ നിന്നും മാറി, അതിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്നും മാറി സംഘപരിവാറിന്റെ പാളയത്തിലേക്ക് SNDPയെ കൊണ്ട് കെട്ടാനുള്ള വലിയ പരിശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു തുടങ്ങിയിട്ടുള്ള രൂക്ഷമായ വിമർശനമാണ് അത് SNDP നേതൃത്വത്തിനും ഒപ്പം തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ പറയാതെ ഈ വിഷയത്തിൽ അതായത് എന്തൊക്കെയാണ് സംഭവിച്ചത് അക്കാര്യം മറച്ചു വെച്ചുകൊണ്ട് ജില്ലാ നേതൃയോഗങ്ങളിലൊക്കെ തന്നെ വിലയിരുത്തൽ നടത്തിയ നേതാക്കൾക്കുള്ളൊരു താക്കീത് കൂടിയാണ് പുത്തലത്ത് ദിനേശൻ നൽകുന്നത്. വിജയകുമാർ.
SNDP അവരുടെ ദർശനങ്ങളിൽ നിന്ന് മാറി സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് വഴങ്ങി എന്നതായിരുന്നു പ്രധാനപ്പെട്ട വിമർശനം. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലേക്ക് SFIയുടെ പ്രതിഷേധ മാർച്ച്. പ്രിൻസിപ്പലിനെ മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് SFIയുടെ പ്രതിഷേധം. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, ഇന്നലെ പ്രിൻസിപ്പലിനെ SFI പ്രവർത്തകർ മർദ്ദിച്ചു എന്ന പരാതി, പ്രവർത്തകരെ പ്രിൻസിപ്പൽ മർദ്ദിച്ചു എന്ന പരാതി, രണ്ട് കൂട്ടർക്കുമെതിരെ പോലീസ് കേസെടുക്കുന്നു. അതിനിടയിൽ പ്രിൻസിപ്പലിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് SFIയുടെ പ്രതിഷേധം. പ്രവർത്തകർ കോളേജിനകത്തേക്ക് കയറിയോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, അല്പസമയം മുൻപാണ് SFI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. കൊണ്ട് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. പ്രധാനമായും പ്രിൻസിപ്പലിനെതിരെ നടപടിയെടുക്കണം. ഇത്തരത്തിൽ SFI പ്രവർത്തകരുടെ കർണപുടം അടിച്ചു തകർത്ത പ്രിൻസിപ്പലിനെതിരെ കൃത്യമായ രീതിയിലുള്ള നടപടിയെടുക്കണം എന്നുള്ളതാണ് SFI പ്രവർത്തകരുടെ ആവശ്യം. അതാണ് SFI പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നടക്കുന്നതിനിടെ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായ വാക്കുതർക്കമാണ് ഈ സംഘർഷത്തിലേക്ക് നയിച്ചത്. അതിന്റെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇതിൽ പ്രിൻസിപ്പൽ പറയുന്നത്, ഇന്ന് പ്രിൻസിപ്പൽ 24-മായി സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത്, തന്നെയാണ് പുറത്തുനിന്നെത്തിയ SFI പ്രവർത്തകർ മർദ്ദിച്ചത്, തന്നെ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്നാണ് പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ പറയുന്നത്. ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ താൻ പോലീസിന് നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് പോലീസിന് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകുമെന്നും പ്രിൻസിപ്പൽ പറയുന്നു. അതേസമയം പ്രിൻസിപ്പലാണ് തങ്ങളെ മർദ്ദിച്ചത് എന്നുള്ളൊരു പരാതിയാണ് SFI പ്രവർത്തകർ ആരോപിക്കുന്നത്. SFI ഏരിയ പ്രസിഡന്റ് അഭിനവിന്റെ കർണപുടം അടിച്ച് പ്രിൻസിപ്പൽ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തങ്ങൾ ഈ ഹെൽപ്പ് ഡെസ്ക് ഇടുന്നതുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ആവശ്യം പ്രിൻസിപ്പലിനോട് ഉന്നയിച്ചിട്ട് മാത്രമാണുള്ളത്. പക്ഷേ പ്രിൻസിപ്പൽ തങ്ങളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒപ്പം ക്രൂരമായ രീതിയിൽ ഈ സ്റ്റാഫ് സെക്രട്ടറിയായ രമേശും തങ്ങളെ മർദ്ദിച്ചു എന്നുള്ള ഒരു ആരോപണം കൂടി ഈ SFI പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഈ രണ്ടു കൂട്ടരും നൽകിയ പരാതിയിൽ കൊയിലാണ്ടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിനും ഒപ്പം സ്റ്റാഫ് സെക്രട്ടറി രമേശിനുമെതിരെ കൊയിലാണ്ടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടാതെ പ്രിൻസിപ്പൽ നൽകിയ പരാതിയിൽ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയും നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലേക്കാണ് SFIയുടെ പ്രതിഷേധ മാർച്ച്. പ്രിൻസിപ്പലിനെ മാറ്റണം എന്നാവശ്യപ്പെട്ടാണ് SFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് വടകര മുക്കാളിയിൽ ദേശീയപാത ഉപരോധിച്ച് നാട്ടുകാർ. ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്താണ് പ്രതിഷേധം. ദേശീയപാത അധികൃതർ നൽകിയ വാക്ക് പാലിച്ചില്ല എന്നാരോപിച്ചായിരുന്നു റോഡ് ഉപരോധം. പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ പിന്നീട് മാറ്റി. അഭിജിത്ത് മുഴക്കുന്ന് ഒരിക്കൽ കൂടി ചേരുന്നു. അഭിജിത്ത്, ഈ പ്രതിഷേധക്കാർക്ക് എന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ അധികൃതർ? അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമല്ലോ, അതിലെന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? വിജയകുമാർ, നേരത്തെ തന്നെ നാട്ടുകാർ ഈ പ്രശ്നം ഉന്നയിക്കുന്നതാണ്, പരാതിയുമായി മുന്നോട്ട് വന്നതാണ്. ഈ ദേശീയപാതയിൽ മിത്തലെ മുക്കാളി ഭാഗത്ത് മണ്ണിടിയുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. കുന്നിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്താണ് ദേശീയപാതയ്ക്കുള്ള വഴിയൊരുക്കിയത്. അവിടെ കൃത്യമായ രീതിയിൽ സംരക്ഷണ ഭിത്തി വേണമെന്നുള്ള ഒരു നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് ഈ സംരക്ഷണ ഭിത്തിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ആ സംരക്ഷണ ഭിത്തിയാണ് ഇന്നലെ രാവിലെ ഇടിഞ്ഞു വീണത്. മണ്ണിടിഞ്ഞ് സംരക്ഷണ ഭിത്തി തകർന്ന് റോഡിലേക്ക് വീഴുകയായിരുന്നു. ഇതിന് പിന്നാലെ കുറെ സമയം ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത്. 50ഓളം വരുന്ന നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. അവരുടെ ആവശ്യം, ഈ ദേശീയപാത അതോറിറ്റി ജീവനക്കാർ കൃത്യമായ ഒരു മറുപടി തങ്ങൾക്ക് നൽകണം. ഏത് രീതിയിലുള്ള നീക്കങ്ങളാണ്, നടപടികളാണ് ഇത് നന്നാക്കുന്നതിനായി സ്വീകരിച്ചതെന്നുള്ള കാര്യം തങ്ങളോട് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇന്നും ദേശീയപാത ഈ ഉപരോധത്തിന് പിന്നാലെ ഗതാഗത കുരുക്കിൽ അമരുന്ന ഒരു കാഴ്ചയുണ്ടായി. പിന്നീട് പോലീസ് എത്തി ഈ പ്രവർത്തകരെ അതിൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള ഒരു ഉറപ്പ് ഈ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അവിടെയുള്ള പ്രശ്നം അല്പം ഗുരുതരമാണ് വിജയകുമാർ. ഒരു പക്ഷേ ഇന്നലെ വലിയൊരു ദുരന്തം ഉണ്ടാകേണ്ടിയിരുന്നു. അത് ഭാഗ്യത്തിന് മാത്രമാണ് അത്തരം ഒരു ദുരന്തം അവിടെ ഉണ്ടാകാതിരുന്നത്. ദേശീയപാതയാണ്, വാഹനങ്ങൾ നിരന്തരം പോകുന്ന ഒരു റോഡാണ്. അവിടെയാണ് സംരക്ഷണ ഭിത്തി തകർന്ന് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വിജയകുമാർ, സംരക്ഷണ ഭിത്തി തകർന്ന് മണ്ണിടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം, അത് ഗുരുതരമാണ്. ആ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ്
നാട്ടുകാർ റോഡ് ഉപരോധിച്ചത്. പോലീസ് ഇടപെട്ടാണ് പിന്നീട് പ്രതിഷേധക്കാരെ മാറ്റിയത്. അവരുടെ പ്രശ്നത്തിന് പരിഹാരമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കൃത്യമായ ഉറപ്പ്, പാലിക്കുന്ന തരത്തിലുള്ള ഉറപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ട്, ഏകീകൃത കുർബാന തർക്കത്തിൽ സമവായത്തിലെത്തിയെന്ന അൽമായ മുന്നേറ്റം. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ വീഡിയോ ആശയക്കുഴപ്പമുണ്ടാക്കി. സഭാ നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നും നാളെ ഉപാധികളോടെ പള്ളികളിൽ ഏകീകൃത കുർബാന നടത്തുമെന്നും അൽമായ മുന്നേറ്റം വ്യക്തമാക്കി. എബിൻ ജോസ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. എബിൻ, എന്ത് ധാരണയാണ്, എന്ത് സമവായമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഈ കുർബാന തർക്കത്തിൽ ഇപ്പോൾ ഒരു സമവായത്തിൽ എത്തിയിരിക്കുകയാണ്. സമവായം ഇങ്ങനെയാണ്: ഞായറാഴ്ചകളിലോ പ്രധാനപ്പെട്ട തിരുനാളുകൾ, പ്രധാനപ്പെട്ട ദിവസങ്ങളിലും ഒരു കുർബാന ഏകീകൃത രീതിയിൽ ചൊല്ലാമെന്നുള്ളതാണ് ഇപ്പോൾ എറണാകുളത്തു നിന്നുള്ള വൈദികരും അതുപോലെ തന്നെ അൽമായരും ഉറപ്പ് നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ രീതിയിൽ സർക്കുലർ പ്രകാരം നാളെ മുതൽ ഏകീകൃത കുർബാന പള്ളികളിൽ അർപ്പിക്കണമെന്നുള്ളതായിരുന്നു നിർദ്ദേശം. ഇത് അർപ്പിക്കാത്ത വൈദികർക്കെതിരെ നടപടിയെടുക്കുമെന്നും മേജർ ആർച്ച് ബിഷപ്പിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇതിന്മേലാണ് ചർച്ച നടന്നത്. ഈ ചർച്ചയിലാണ് ഇപ്പോൾ ഒരു ധാരണയിലെത്തിയിരിക്കുന്നത്. ഞായറാഴ്ചകളിൽ ഒരു കുർബാന ഏകീകൃത രീതിയിൽ ചൊല്ലാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു സമവായം എത്തിയിരിക്കുന്നത്. ഇത് സഭാ നേതൃത്വം ഇത് അംഗീകരിച്ചതാണോ? ഒരു കുർബാന, ഏകീകൃത കുർബാന എന്നത് അൽമായ മുന്നേറ്റം അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ അതായിരുന്നില്ലല്ലോ ഔദ്യോഗികമായ ഒരു തീരുമാനം. അത് സഭാ നേതൃത്വത്തിന് കൂടി സ്വീകാര്യമാണോ ഇത്? വിജയകുമാർ, സഭാ നേതൃത്വം തന്നെയാണ് ഇങ്ങനെ ഒരു സിനഡിന് ശേഷം ഒരു നിർദ്ദേശം നൽകിയത്, ഒരു അറിയിപ്പായി നൽകിയത്. അതായത് ഞായറാഴ്ചകളിൽ ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ ചെല്ലണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട തിരുനാളുകൾ, ഈസ്റ്റർ, ക്രിസ്മസ് പോലുള്ള പ്രധാനപ്പെട്ട തിരുനാളുകളിലും ഒരു കുർബാന ഏകീകൃത രീതിയിൽ ചൊല്ലണം. ഇങ്ങനെ ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ വൈദികർക്കെതിരെ നടപടി ഉണ്ടാകില്ല, മറിച്ചാണെങ്കിൽ നടപടി ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ഏകീകൃത കുർബാന, ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ ചൊല്ലുന്ന ദേവാലയങ്ങളിൽ ജനാഭിമുഖ കുർബാന തുടരുവാനും അനുവാദം നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ ഒരു സമവായം സിനഡിന് ശേഷം ഉണ്ടാവുകയായിരുന്നു. ഇത് വൈദിക സമിതിയും അൽമായരുമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ അവരും സംബന്ധിച്ച് ഇത്തരത്തിലൊരു സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ഇതോടെ ഒരു പരിഹാരമായി എന്നതാണ് നമ്മൾ ചുരുക്കത്തിൽ വിലയിരുത്തേണ്ടതല്ലേ? വിജയകുമാർ, തീർച്ചയായും താൽക്കാലികമായി ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഒരു സമവായത്തിൽ എത്തിയിട്ടുണ്ട്. പരിഹാരമായി എന്ന് തന്നെ വ്യക്തമാക്കാം. കാരണം പൂർണ്ണമായും ഏകീകൃത രീതിയിലേക്ക് കുർബാന അർപ്പണം മാറുന്നില്ല. ഞായറാഴ്ചകളിലും പ്രധാനപ്പെട്ട തിരുനാളുകളിലും മാത്രം. ഇനി അടുത്ത മാസം ഒരു സിനഡ് ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ പൂർണ്ണമായി ഏകീകൃത രീതിയിൽ കുർബാന അർപ്പണം സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും സമയവും നിശ്ചയിക്കുക. അതും ചർച്ചയിലൂടെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, നാളെ ഉപാധികളോടെ പള്ളികളിൽ ഏകീകൃത കുർബാന നടത്തും എന്നാണ് അൽമായ മുന്നേറ്റം വ്യക്തമാക്കുന്നത്. സഭാ നേതൃത്വവുമായി ചർച്ച നടത്തി പ്രശ്നത്തിന് പരിഹാരമുണ്ടായിരിക്കുന്നു എന്നാണ് കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.